ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ പുതിയ വർഷമൊക്കെ ആവാനായി, ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഇനി അങ്ങനെ കൂടുതൽ ടൈമൊന്നും ഇല്ലെങ്കിലും ഉള്ള ടൈം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കൊന്ന് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 2025 വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന വിഷൻ ബോർഡാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുകയാണല്ലോ, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് വിഷൻ ബോർഡ് ഇമേജസ് എന്നോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇമേജസ് എന്തൊക്കെയാണോ ഒട്ടിക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു നവംബറിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ വീഡിയോ എടുത്ത് ഇപ്പോൾ ഒരു അപ്ലോഡ് ചെയ്യാനും പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയപ്പോൾ ഇത്രയും ലേറ്റായി എന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വിഷൻ ബോർഡ് പ്ലസ് ബുള്ളറ്റ് ജേണൽ, നമുക്ക് അടുത്തൊരു മന്തിനുള്ള ഒരു ബുജോ സെറ്റപ്പും കൂടിയും പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇനി. പക്ഷേ അതും കൂടിയും ആഡ് ചെയ്യുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് മാത്രം ആക്കി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അതും കൂടിയും അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കോഡ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ പിൻട്രസ്റ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ട് അതിൽ വിഷൻ ബോർഡ് നിന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡൽസും ഐഡിയാസൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് വിഷൻ ബോർഡ് റിലേറ്റഡ് ഇമേജസ് കോഡ്സൊക്കെ അടിച്ചിട്ടാണെങ്കിൽ അതിലും നമുക്ക് ഒരുപാട് ഐഡിയാസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണോ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ഞാനൊരു A3 സൈസിലായിട്ടുള്ള ഒരു പേപ്പറിലാണ് കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ക്യാൻവയിൽ എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ല എന്നൊക്കെ കുറേ ആൾക്കാർ ഇതിന് മുന്നേ സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോൻ്റെ അടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ അടിയിലൊരു പ്ലസ് പോയിൻ്റ് കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു കസ്റ്റം സൈസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് A3 ആണെങ്കിൽ A3, A4 ആണെങ്കിൽ A4, അതിൻ്റെ ഒക്കെ ഒരു മെഷർമെൻറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഗൂഗിളൊക്കെ അടിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു സൈസിന് നമുക്ക് ഒരു പേപ്പർ റെഡി ആയിട്ട് കിട്ടും. അതിൽ പിന്നെ നമുക്ക് ഓരോ ഫോട്ടോസും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ക്യാൻവയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വിഷൻ ബോർഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ആയിട്ടൊക്കെ കുറേ കാണും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഫോട്ടോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഏതൊക്കെയാണ് ഫോട്ടോസ് അറേഞ്ച് ചെയ്യേണ്ടി ആ ഒരു ഫോട്ടോസൊക്കെ. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇതേമാതിരി എടുത്ത് ഫോട്ടോ ഇനി അത് ഇതേമാതിരി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട രീതിയിലെ സൈസിനൊക്കെ ആക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പം ഇവിടെ ചെയ്തത് A3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അങ്ങനെ ഇത് ഫുള്ള് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് സ്റ്റിക്കർ പ്രിൻ്റാണ് കേട്ടോ എടുക്കുന്നത്. അതാകുമ്പോൾ പണി എളുപ്പം കഴിയും. കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എക്സ്ട്രാ വേറെ പശ തേച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാൻ 2023 ഫോട്ടോ പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെയ്ഡായിപ്പോയി. അപ്പോൾ അങ്ങനെ ആവാതെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തത്. ഇപ്പോൾ ഇത് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടയിൽ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വരാം. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു പൊട്ടത്തരം മനസ്സിലായത്. ഞാനിത് ഫോണിലാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഒരു A3 സൈസിനുള്ള ആ ഒരു സൈസ് ഉണ്ടായിട്ട് കിട്ടിയിട്ടില്ല ഇനി സിസ്റ്റത്തിലിട്ടപ്പോൾ. അപ്പോൾ ഓരോ അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് തന്ന്. ഇത് എവിടെ നിന്നാണ് പ്രിൻ്റ് എടുക്കാമെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പ്രസ്സിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ പ്രിൻ്റ് എടുക്കുമല്ലോ, ആ ഒരു ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പ്രിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിന് എത്രയാണ് ക്യാഷ് ആവുകയെന്ന് വെച്ചാൽ A3 ആണെന്നുണ്ടെങ്കിൽ 40 രൂപയും A4 സൈസ് ആണെന്നുണ്ടെങ്കിൽ 15 രൂപയാണ് ആവുക. അപ്പോൾ ഞാൻ ഒറ്റടിക്ക് പണി കഴിഞ്ഞോട്ട് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വലുതാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ സൈഡിലൊക്കെ കുറേ ഗ്യാപ്പ് പിന്നെയും ബാക്കിയായി പോയി. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ കട്ട് ചെയ്യുന്ന പ്രോസസ്സ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമില്ല. ഈ ഒട്ടിക്കാനൊക്കെ ഞാൻ ഭയങ്കര ഉഷാറാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഫോട്ടോസൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കൊരു ഡ്രീമും ഗോളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്യണ ഫോട്ടോസൊക്കെ വേണം നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ 2023 ചെയ്തിട്ടുണ്ടായിരുന്ന വിഷൻ ബോർഡ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഫോട്ടോസൊക്കെ കണ്ടില്ല, ഫെയ്ഡ് ആയിട്ടുണ്ട്, ഒന്നും കാണില്ല, ഇങ്ങനൊരു മഞ്ഞ കളറായിട്ടേ കാണുന്നതുള്ളൂ. അപ്പോൾ ഇതെനിക്ക് അത്ര കണ്ട് വർക്കായിട്ടൊന്നും ഇല്ല ഇനി 2023. അതുകൊണ്ട് തന്നെ ഞാൻ 2024 വിഷൻ ബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇനി.
പക്ഷേ 2024 എനിക്ക് ഭയങ്കര ഒരു മൂഞ്ചൽ ഓഫ് ദ ഇയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി വരാൻ പോണ ഇയറെങ്കിലും ഒന്ന് നന്നായിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണത്. വെറുതെ ഇങ്ങനെ കണക്കുണായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഡ്രീമും മോട്ടിവേഷനൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നമുക്ക് ഊരിയെടുക്കാമെന്ന് വിചാരിച്ചപ്പം ഇതിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്ത് വെച്ചിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനാണ്ട് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാൻ തുടക്കത്തിൽ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഒരു ചെറിയ ഇൻട്രോ ഒക്കെ പറയണമെന്ന് വിചാരിച്ചിനി, പക്ഷേ അതങ്ങനെ വിട്ടുപോയി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ വിഷൻ ബോർഡ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. എനിക്കറിയാം എൻ്റെ വീഡിയോ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടി ആക്കിയിട്ട് പറയാം. ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ രീതിയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗോൾസ് അതല്ലെങ്കിൽ ഡ്രീംസ് ഒക്കെ ഉണ്ടാവല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോൺ മേടിക്കണം, അതല്ലെങ്കിൽ ഒരു കാറ്, ബൈക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ചെറുതായാലും മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കൊളാഷ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെട്ടി ഒട്ടിക്കുക. അതിന് കൂടെ നമുക്ക് കോഡ്സും ഒക്കെ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത്, എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്തായിട്ട് ഇത് വെക്കുക. നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും ഈ ഒരു ഇയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ഏകദേശം ഒരു എൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് എത്രത്തോളം നമുക്ക് വർക്കായിട്ടുണ്ട് എന്നൊക്കെ. വിഷൻ ബോർഡ് വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇത് വെക്കണം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വെക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റഡി ടേബിളിൽ തന്നെയാണ്. അതാകുമ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോഴും അതല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ടൈമിലോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടേബിളിൽ വെച്ചിട്ട് ഞാൻ ചെയ്യല്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഫോട്ടോസൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിക്കറാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഒട്ടിക്കണം എന്ന്. ഇത് പിന്നെയും ഒട്ടിക്കുമ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബാക്കത്തെ ആ ഒരു പേപ്പർ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. ഇപ്പം ചില ദിവസമൊക്കെ നമുക്ക് ഭയങ്കര മടിയൊക്കെ ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനോ ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല. ചില ദിവസമാവില്ല, ദിവസങ്ങളായിട്ട് നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷനും ഒക്കെ ലോ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എനർജി ഒന്നുമില്ല, ഒന്നിനും വെയ്യാന്നുള്ളൊക്കെ ഒരു മൂഡാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഈ ഒരു ഡ്രീം ഒക്കെ കാണുമ്പോൾ, ഈ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ കാര്യം ചെയ്യണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ നല്ലൊരു സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ബാക്കിയുള്ള വീഡിയോസ് കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തൂല. പക്ഷേ നേരെ തിരിച്ച് ഞാൻ അതിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ എത്തും. അപ്പം അങ്ങനെ നമുക്ക് എന്നും കാണുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു മോട്ടിവേഷൻ തോന്നണം. എനിക്കിങ്ങനെ ആവണമല്ലോ, എനിക്കിത് കിട്ടണമല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ അതിനും വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വിഷ്വലൈസേഷൻ ആണ്. അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് എന്ത് കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ മാതിരി നമുക്കൊന്ന് ഫീൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പം അങ്ങനെ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണൊക്കെ യൂസ് ചെയ്യണ മാതിരിയൊക്കെ നമുക്കിങ്ങനെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ മാതിരിയും ഒക്കെ ഒന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് മതി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള കോഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കല് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കോഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഞാനിങ്ങനെ ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇങ്ങനത്തെ കുറച്ച് കോഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിതൊന്നും ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താലും മതി.
ഒരു പേപ്പറിലായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു കൊടുത്താലോ അതില്ലെങ്കിൽ നമ്മളെ ബുക്കിലൊക്കെ ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. ഏറ്റവും നല്ലത് നമുക്ക് ആ കാര്യങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ എന്ന് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു ഡേറ്റും മന്തൊക്കെ എഴുതി കൊടുക്കുന്നതും നന്നാവും. ഇപ്പോൾ ഈ ഭാഗത്ത് നന്നായിട്ട് സൺലൈറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സൺലൈറ്റിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയോ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ തോന്നലുണ്ട്. ഞാൻ കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2025 വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എനിക്ക് എന്തായാലും എൻ്റെ ഈ ഒരു ഇയർത്തെ വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നേരെ ഇനി ഈ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ ഈ ഒരു സൈസിലാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഈ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കാനുണ്ടേനി, അത് ഞാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ 2025 വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. പിന്നെ ഇതേപോലത്തെ ഒരെണ്ണം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് മന്തായിട്ടുള്ള ജനുവരി മന്തിനുള്ള ഒരു കലണ്ടറും കൂടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഐസ്ക്രീം സ്റ്റിക്കും പിന്നെ ഒരു പേപ്പറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് ഞാൻ പിൻട്രസ്റ്റിൽ കുറേ മുന്നേ കണ്ടിട്ടുണ്ട്. ഇനി അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭയങ്കര നോർമൽ ഒരു മിനിമൽ ഐറ്റാണ്, എന്നാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതുമാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താഴെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്തിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള മന്തിൻ്റെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാമല്ലോ. ഇത് നമ്മുടെ ന്യൂ ഇയർ പ്രിപ്പറേഷൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ആയിട്ട് ബുള്ളറ്റ് ജേർണലും അതേ ബുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും ഞാൻ ഇപ്പം അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ ബൈ.